2021 ഓഗസ്റ്റ് 30 ലോകം ഒരു ചരിത്ര വഴിത്തിരിവിന് സാക്ഷിയായി. അമേരിക്കയുടെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധം അന്നേ ദിവസം അവസാനിച്ചു. കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വൈകുന്നേരം 3:29 അവസാനത്തെ അമേരിക്കൻ സൈനിക വിമാനവും പറന്നുയർന്നു. 20 വർഷം നീണ്ടുനിന്ന ട്രില്യൺ കണക്കിന് ഡോളറും ആയിരക്കണക്കിന് ജീവനുകളും നഷ്ടപ്പെടുത്തിയ യുദ്ധത്തിന്റെ തിരശ്ശീല അന്നേ ദിവസം വീണു. എന്നാൽ ഇതൊരു സാധാരണ യുദ്ധാവസാനമായിരുന്നില്ല. അവശേഷിച്ചതാകട്ടെ കലഹം, നിരാശ, ജനങ്ങളുടെ അനന്തമായ വേദനകൾ, കൂടാതെ വീണ്ടും താലിബാന്റെ നിയന്ത്രണത്തിലായ അഫ്ഗാനിസ്ഥാനും. 1979 നടന്ന സോവിയറ്റ് ആക്രമണത്തോടെ അഫ്ഗാനിസ്ഥാൻ യുദ്ധഭൂമിയായി മാറി. സോവിയറ്റുകൾ പിന്മാറിയതിനു ശേഷം ആഭ്യന്തര കലഹം ശക്തമായി. അതിൻ്റെ ഇടയിൽ 1994 താലിബാൻ ഉയർന്നു വന്നു. സുരക്ഷയും ക്രമസമാധാനവും വാഗ്ദാനം ചെയ്തെങ്കിലും അവർ ഭരണത്തിൽ കൊണ്ടുവന്നത് അത്യന്തം ക്രൂരമായ നിയമങ്ങളായിരുന്നു. 1996 അവർ ആദ്യമായി ഇസ്ലാമിക് എമിറേറ്റ് സ്ഥാപിച്ചു. സ്ത്രീകൾക്ക് മേലുള്ള കർശന നിയന്ത്രണങ്ങൾ, ബാമിയാനിലെ ബുദ്ധപ്രതിമകളുടെ നാശം, ഒസാമ ബിൻ ലാദനും അൽ ഖ്വയ്ദയ്ക്കും അഭയം നൽകൽ, ഇവയെല്ലാം അവരുടെ ഭരണത്തിൻ്റെ മുഖ്യ ചിത്രമായിരുന്നു. 2001 സെപ്റ്റംബർ 11 അമേരിക്ക നേരിട്ട വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം അഫ്ഗാനിസ്ഥാനെ അമേരിക്കൻ വിദേശ നയത്തിൻ്റെ കേന്ദ്രത്തിലാക്കി. അതേ വർഷം ഒക്ടോബറിൽ അമേരിക്ക ആക്രമണം ആരംഭിച്ചു. താലിബാൻ വീണു. ഒരു പുതിയ രാജ്യനിർമ്മാണ ശ്രമം ആരംഭിച്ചു. അടുത്ത 20 വർഷങ്ങൾക്കിടെ അഫ്ഗാനിസ്ഥാൻ പുനർനിർമ്മിക്കാൻ വലിയ ശ്രമങ്ങളുണ്ടായി. $2 ട്രില്യൺ ചിലവഴിച്ചു. 1,50,000-ലധികം നാറ്റോ സൈനികരെ നിയോഗിച്ചു. പക്ഷേ അഴിമതി, ദുർബല ഭരണ സംവിധാനം, ഗ്രാമീണ ജനങ്ങളുടെ അസംതൃപ്തി എന്നിവ കാരണം താലിബാൻ വീണ്ടും ശക്തിപ്പെട്ടു. 2020 ട്രംപ് ഭരണകൂടം ഖത്തറിൽ ദോഹ കരാർ ഒപ്പുവെച്ചു. അമേരിക്ക പിന്മാറുമെന്ന് വാഗ്ദാനം ചെയ്തു. 2021 ഏപ്രിൽ പ്രസിഡന്റ് ജോ ബൈഡൻ പൂർണ്ണ പിന്മാറ്റം പ്രഖ്യാപിച്ചതോടെ താലിബാൻ അതിവേഗം ആക്രമണങ്ങൾ തുടങ്ങി. ഓഗസ്റ്റ് 15 പ്രസിഡന്റ് അഷ്റഫ് ഗനി രാജ്യം വിട്ടു. പ്രതിരോധ സംവിധാനങ്ങളില്ലാത്ത കാബൂൾ അവർ എളുപ്പത്തിൽ പിടിച്ചടക്കി. വെറും 11 ദിവസങ്ങൾക്കുള്ളിൽ രാജ്യം മുഴുവൻ തകർന്നു. വിമാനത്താവളങ്ങൾ വഴി ആയിരങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അമ്മമാർ കുഞ്ഞുങ്ങളെ അതിർത്തിയിലെ മുള്ളുകമ്പികൾക്കിടയിലൂടെ കൈമാറി. അമേരിക്കൻ വിമാനങ്ങൾ നിറയെ അഭയാർത്ഥികളുമായി പറന്നു. ഓഗസ്റ്റ് 26 നടന്ന ഭീകരാക്രമണം 13 അമേരിക്കൻ സൈനികരെയും 170-ലധികം അഫ്ഗാനികളെയും കൊന്നു. അവസാനം ഓഗസ്റ്റ് 30 അവസാന അമേരിക്കൻ വിമാനം പറന്നു. താലിബാൻ വിജയാഘോഷം നടത്തി. ഇത് കഴിഞ്ഞു, വിജയം ഞങ്ങളുടേത് എന്ന് അവർ പ്രഖ്യാപിച്ചു. പക്ഷേ അതിൻ്റെ വില ജനങ്ങൾ തന്നെയാണ് നൽകിയത്. താലിബാൻ കൊണ്ടുവന്ന ശരിയാ നിയമങ്ങൾ ഏറ്റവും ഭീകരമായി ബാധിച്ചത് സ്ത്രീകളെയും കുട്ടികളെയുമായിരുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിരോധിക്കപ്പെട്ടു. സ്ത്രീകളുടെ തൊഴിൽ, പൊതുപ്രവർത്തനങ്ങൾ എല്ലാം ഇല്ലാതാക്കി. മഹ്റം കൂടാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോലും വിലക്ക്. സ്ത്രീകൾക്കെതിരെ നടപ്പിലാക്കുന്ന പൊതുശിക്ഷകൾ, അടിയന്തര ശിക്ഷകൾ, കുടുംബങ്ങളെ വിങ്ങിപ്പൊട്ടിക്കുന്ന അടിച്ചമർത്തൽ, മനുഷ്യാവകാശങ്ങൾക്ക് നേരെയുള്ള തുറന്ന വെല്ലുവിളികൾ, അങ്ങനെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും നഷ്ടമായി. ഭാവി തലമുറയെ ഇരുണ്ട ജീവിതത്തിലേക്ക് ഇത് തള്ളിക്കൊണ്ടുപോയി. ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ സാമ്പത്തികാവസ്ഥ തകർന്നിരിക്കുന്നു. ജനങ്ങളുടെ 70% ദാരിദ്ര്യത്തിലാണ്. ന്യൂനപക്ഷങ്ങളായ ഹസാരകൾ നേരിടുന്നത് കടുത്ത പീഡനങ്ങളും കൊലപാതകങ്ങളും. സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിൽ ലോകത്താകമാനം മുഴങ്ങുന്നു. അവരുടെ അവകാശങ്ങൾ നിലത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കൻ പിന്മാറ്റം ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു പാഠമാണ്. യുദ്ധം കൊണ്ട് മാത്രം ജനാധിപത്യവും സ്വാതന്ത്ര്യവും നിർമ്മിക്കാനാവില്ല. അത് ജനങ്ങളുടെ മനസ്സിലും സംസ്കാരത്തിലും ആഴത്തിൽ വളരേണ്ടതാണ് എന്ന തിരിച്ചറിവ്. ഒപ്പം അന്ന് ലോകം തിരിച്ചറിഞ്ഞത് സൈനിക ശക്തിയുടെ പരിധിയും മനുഷ്യാവകാശങ്ങളുടെ നിസ്സഹായതയും കൂടിയാണ്. 2021 ഓഗസ്റ്റ് 30 എന്നും ഒരു വഴിത്തിരിവായിരിക്കും. അമേരിക്കയുടെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധം അവസാനിച്ച ദിനം. എന്നാൽ അഫ്ഗാനിസ്ഥാൻ വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ഭരണകൂടത്തിന്റെ പിടിയിൽ വീണ്ടും പതിച്ച ദിനവും. ചരിത്രകാരന്മാർക്ക് ഇതൊരു യുദ്ധത്തിന്റെ കഥ മാത്രമല്ല, ശക്തിയും സംസ്കാരവും പ്രതിരോധവും തമ്മിലുള്ള സങ്കീർണ ബന്ധങ്ങളുടെ പാഠമാണ്. എന്നാൽ അഫ്ഗാനികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അത് ഒരു തുറന്ന മുറിവാണ്. നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ, അണഞ്ഞ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഓർമ്മപ്പെടുത്തൽ.